റിയലി സോറി എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈം എടുത്തതിന് റിയലി സോറി. ഞാൻ ഓൾറെഡി ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത് വെച്ച് അത് എഡിറ്റാക്കി എല്ലാം സെറ്റായ ടൈമിൽ ഞാനത് ഇൻഷോട്ടിലാണ് എഡിറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഇൻഷോട്ടിൽ എഡിറ്റാക്കി അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ സ്പേസ് ഇല്ലാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാനത് ഗാലറി പോയിട്ട് ഇതിൻ്റെ ക്ലിപ്സ് തന്നെ എടുത്ത് ഡിലീറ്റ് ചെയ്ത്. ഞാൻ നോർമലി ഈ റീൽസ് കാര്യങ്ങളൊക്കെ ക്യാപ് കട്ടിലാണ് എഡിറ്റ് ആക്കാറില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മയിൽ ഇതിനെടുത്ത് ഡിലീറ്റ് ആക്കി ഇൻഷോട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ ക്ലിപ്സ് മിസ്സിങ് ആയി, ഫുള്ള് ബ്ലാങ്ക് ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ 2 ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ഇടണമെന്ന് പോസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇന്നലെ എന്ന് പറയുമ്പം സാറ്റർഡേ. പക്ഷേ അത് ആകെ എന്ന് വെച്ചാൽ എനിക്ക് ആകെ ഭയങ്കര സങ്കടമായി. ഞാൻ കുറേ നോക്കി അത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് റീസെൻ്റ്ലി ഡിലീറ്റ് ആക്കി, സ്പേസ് ഇല്ലാത്ത കാരണം. പിന്നെ ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഞാൻ ലാപ്പ് വെച്ചിട്ടൊക്കെ നോക്കി, പക്ഷേ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അത്ര എഡിറ്റാക്കി ഫുള്ള് സെറ്റായ സാധനം അങ്ങനെയാണ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് പോട്ടെ, വിധിയില്ല. അപ്പം നമുക്ക് പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വേറെ വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ, കഴിഞ്ഞ വീഡിയോക്ക് 2.something K വ്യൂസേ ഉള്ളൂ. പക്ഷെ അതിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ആ കുറച്ച് പേരെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കമൻറ്റുകൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ വലിയ ഇതൊന്നും കാണത്തില്ല, ഞാൻ അവിടെ നിർത്തുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു കമൻറ്റുകൾ കാരണമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. ഒരുപാട് പേര് ഈ ഹെയർ കെയറിൻ്റെ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ റൂം ടൂറ്, ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ പോയി. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. പിന്നെ ഹെയർ കെയർ എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ഹെയർ കെയർ ഒന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും. അതേപോലെ റൂം ടൂർ, ഇത് ആക്ച്വലി ചെറിയൊരു റൂമാണ്. അപ്പം അതിൻ്റെ ഒരു റൂം ടൂർ എന്ന് പറയുമ്പോൾ അതിന് മാത്രമൊന്നുമില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ചോദിച്ചതുകൊണ്ട് ഞാൻ റൂം ടൂർ പോലെ ചെറിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എവിടുന്നാണ് മേടിച്ചതെന്നൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഡൂ സപ്പോർട്ട് എന്ന് വെച്ചാൽ കീപ് സപ്പോർട്ടിങ്. ഇനി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ പുതിയ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ബൈ. ഞാനിന്നൊരു ഉച്ചക്കാണ് എണീച്ചപ്പോൾ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിച്ചണിൽ ചെന്നപ്പോൾ നമ്മുടെ അക്ക ഉണ്ടായിരുന്നു കേട്ടോ, ക്ലീൻ ചെയ്യുന്ന അക്ക. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ് എത്തിയിട്ടോ, 12:30 ആയപ്പം. അപ്പോൾ ആ ഇക്കമാർ പറഞ്ഞ് ഫുഡ് ഇന്ന് മന്തിയാണ്, വേണമെന്നുണ്ടെങ്കിൽ വേഗം മേലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരപ്പം തന്നെ പ്ലേറ്റും കൂടെ എടുക്കാണ്ട് മേലെ പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. അത് കഴിച്ചതിന് ശേഷം ഞാൻ റെഡി ആവാൻ നിന്നു. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ടോണർ അപ്ലൈ ചെയ്തു. അതിന് ശേഷം അത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ലിപ് ബാം അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ, കുറേ ആയിട്ട് ഞാൻ സെറ്റഫിൽ തന്നെയാണ് യൂസ് ആക്കാറുള്ളത്. അതേപോലെ തന്നെ സൺസ്ക്രീനും, അക്കോളജിക്കിൻ്റെ സൺസ്ക്രീൻ ഞാൻ കുറച്ചായിട്ട് തന്നെയാണ് യൂസ് ആക്കാറുള്ളത്. അങ്ങനെ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഹെവി ആക്കുന്നുണ്ട്, കാരണം ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ നമുക്ക്. എനിക്ക് ഈ ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ സ്കിൻ ടോണിന് പെർഫെക്റ്റ് മാച്ചാണ് ഈ ഫൗണ്ടേഷൻ. സ്വിസ് ബ്യൂട്ടിൻ്റെ അടിപൊളി ഫൗണ്ടേഷൻ കേട്ടോ. അതിനുശേഷം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഐബ്രോസും ഐലാഷസും ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുത്തു. ഞാൻ മസ്കാര, ഐബ്രോ പെൻസിലൊന്നും യൂസ് ആക്കാറില്ല. പിന്നെ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്തു, പിന്നെ ഐലൈനർ, അതിനുശേഷം ബ്ലഷ് അപ്ലൈ ചെയ്തു. പിന്നെ സ്ട്രോപ്പ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ മെയിൻ സാധനം ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത്. 2 ലാക്മേൻ്റെ തന്നെ ഷെയ്ഡ്സാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ നിൽക്കണം. ഹെയർ എന്ന് പറയുമ്പോൾ ഞാൻ നോർമലി എപ്പോഴും സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് തന്നെയാണ് ജസ്റ്റ് കോംബ് ചെയ്തിടാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം സെറ്റായി. ഇനി നമുക്ക് പുറത്ത് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു ബൺ മസ്കയുടെയും ഇറാനി ചായയുടെ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ബണ്ണ് മേടിക്കാൻ പോവാണ്. ഇപ്പോൾ ഷോപ്പെത്തും, ഹോൾസെയിലാണ്. നമ്മൾ അവരുടെ നമ്പർ മേടിച്ചിട്ടില്ല. പറ്റിക്കോ? പറ്റിക്കലാണ് വിശ്വസിക്കണേ. അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേ. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം ബേക്കറിയിലെത്തി.
എത്തിയപ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് സോഫ്റ്റ് ബണ്ണ് കിട്ടിയിട്ടോ, ഫ്രഷ് സാധനം. അവിടുത്തെ പയ്യ നമുക്ക് ഒരു റസ്കൊക്കെ ഫ്രഷ് സാധനം തന്നിട്ടോ. അവർ ഭയങ്കര ലൈക്ക് ടേസ്റ്റ് ആക്കി നോക്കുമെന്ന് പറഞ്ഞ് തന്നതായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നടന്നപ്പോൾ ക്ഷീണിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കരിക്കൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഷെജിലിൻ്റെ റൂമിലെത്തി. നമ്മൾ ബൺമസ്കിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി പിന്നെ നമ്മൾ പോകാനുള്ള റെഡി ആക്കില്ലായിരുന്നു. നമ്മൾ കണ്ടെയ്നറൊക്കെ നീറ്റാക്കി ക്ലീനാക്കി ബണ്ണ് ഒക്കെ ഒതുക്കി വെച്ചു. പിന്നെ അതേപോലെ ക്രീം റെഡിയാക്കി, ചായ റെഡിയാക്കി, അതൊക്കെ പാക്കിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ റെഡി ആയതിന് ശേഷം ഞങ്ങൾ തന്നെ ഫസ്റ്റ് അത് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. ഞങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തന്നെ ഒരുപാട് പ്രാവശ്യം കഴിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുള്ള് സെറ്റായി പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇത് സക്സസ് ആവുമോ ഇല്ലെന്നൊന്നും. അപ്പം ഇത് തുടങ്ങുന്നത് ഞങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ AGB ലേഔട്ടിലെത്തി. അവിടെ നമ്മളൊരു ടേബിൾ സെറ്റപ്പിലാണ് ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് കസ്റ്റമർ ഇതായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കഴിച്ചു. നല്ല കോംപ്ലിമെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാൻ ഒരുപാട് എല്ലാവരും വാങ്ങിച്ച് കസ്റ്റമേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ 30 ബൺസ് ആയിരുന്നു ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ള് നമുക്ക് ചിലവായിട്ടുണ്ടായിരുന്നു കേട്ടോ. സക്സസ്ഫുൾ ആയിട്ട് തന്നെ അത് പോയി. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഗൈസ് കഴിയാനായി. ഇനി ഒരു 8 ഒക്കെ ഉള്ളൂ, 7 or 8. സോ സക്സസ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നാളെ വരും. ഇവിടെ തന്നെ ഉണ്ടാവും, എല്ലാവരും വരണം. ഓക്കെ. അങ്ങനെ ഫൈനലി ഇത് ഫുള്ള് കഴിഞ്ഞിട്ടോ. പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ഇത്ര സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഫുള്ള് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു. ഇത് ബാക്കി നാളെ. ഇത് ഫുൾ സക്സസ്ഫുൾ ആയി. ഫുള്ള് പെട്ടെന്ന് തന്നെ തീർന്നു. നമ്മളിനി നാളെ ഉണ്ടാവും. ഇന്ന് നമ്മൾ 30 ബണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നാളെ 50 ബണ്ണിലാണ് ഉണ്ടാവുക. അപ്പം എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞിട്ടും കുറേ പേര് വന്നിരുന്നു. അത് ഭയങ്കര സങ്കടമായി. അവർ ബൈക്കിലെടുത്ത് അങ്ങ് ദൂരെ നിന്ന് വന്നതായിരുന്നു, പക്ഷെ കൊടുക്കാൻ പറ്റില്ല. അതെ. അപ്പം നാളെ ഗൈസ്. അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് ഷെജിലിൻ്റെ റൂമിലെത്തി. അപ്പോൾ നമുക്ക് ഷെജില ദോശ ഉണ്ടാക്കി തരുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഷെജില നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അവൾ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. വിശക്കണോണ്ടാന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചൂട് കൊടുക്കുന്ന ദോശയും മസാലയും കൂടെ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ശരിക്കും സക്സസ് ആവുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് സക്സസ് ആവുകയാണെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ഈ ഒരു സ്റ്റോൾ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇന്നൊരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 35ഓളം ബണ്ണ് ഫുള്ളി സെയിലായി. അപ്പം ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പം അത് ഇത്രയും ഒറ്റയടിക്കാൻ ഇത്രയും പോയല്ലോ. അപ്പം നമ്മൾ നാളെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ മസ്ക ബണ്ണായതുകൊണ്ട് കുറേ പേര് ട്രൈ ആക്കാനുള്ള ഒരു കൗതുകത്തിൽ കുറച്ച് പേര് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു ഇതിൽ അങ്ങനെ തുടങ്ങി. അറ്റ്ലീസ്റ്റ് നമുക്കതിന് പോക്കറ്റ് മണിയെങ്കിലും ഉണ്ടാക്കാം. ഇത് ആക്ച്വലി ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തു, പെട്ടെന്ന് തന്നെ തുടങ്ങാം ഒറ്റ മൈൻഡിൽ. നമ്മളിങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ ഒന്നും നടക്കില്ല. പെട്ടെന്ന് പറയുക, പെട്ടെന്ന് അത് തുടങ്ങാനുള്ള സെറ്റപ്പ് നോക്കുക, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ കുറേ ഓവർ തിങ്ക് ചെയ്ത് നിന്നത് വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും. എന്താ ചെയ്യേണ്ടത് അപ്പം തന്നെ ചെയ്യാൻ നോക്കാം. ആൻഡ് അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം മെയിനായിട്ട് ഇതന്നെ ആയിരുന്നു. ഒരു 2-3 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെന്താ, ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കുളിച്ച് ഫ്രഷായി കിടക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. സോ ഗൈസ്, hope you guys enjoyed this video. So please do like, share, comment and subscribe and keep supporting guys. Bye.